മുല്ലപ്പെരിയാർ സമരസമിതി തിരുവോണനാളിൽ ഉപവസിക്കും. സെപ്റ്റംബർ 15 രാവിലെ 10 മണി മുതൽ ഉപ്പുതറ ടൗണിൽ നടത്തുന്ന ഉപവാസ സമരത്തിൽ മതസാമുദായിക സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന. മുല്ലപ്പെരിയാർ ഡാം ഉയർത്തുന്ന ഭീഷണിക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് മുല്ലപ്പെരിയാർ സമരസമിതി സെപ്റ്റംബർ 15 ഞായറാഴ്ച രാവിലെ 10 മുതലാണ് ഉപ്പുതറ ടൗണിൽ ഉപവാസം നടത്തുന്നത്. കേരളത്തിലെ 5 ജില്ലകളിലെ 40 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ് മുല്ലപ്പെരിയാർ ഡാം. ഇതിന് പരിഹാരം കാണേണ്ടത് അധികാരികളുടെ ഔദാര്യമല്ല, കേരളത്തിലെ ജനങ്ങളുടെ മൗലികമായ അവകാശമാണ്. പരിഹാരമുണ്ടാകും വരെ സമരസമിതി ശക്തമായ പ്രക്ഷോഭം തുടരും. ഉപവാസ സമരത്തിന് അഭിവാദ്യമർപ്പിച്ച മതസാമുദായിക സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും. മുല്ലപ്പെരിയാർ പ്രശ്നം ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്നത് വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം കേരളത്തിൽ ഗൗരവമായി വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പല മൂവ്മെന്റുകളും, മുല്ലപ്പെരിയാർ പ്രശ്ന പരിഹാരത്തിനായുള്ള പലതരത്തിലുള്ള മൂവ്മെന്റുകളും കേരളത്തിൽ വിവിധ ജില്ലകളിലായി നടക്കുന്നുണ്ട്. എന്നാൽ മുല്ലപ്പെരിയാർ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 18 വർഷമായി സമരരംഗത്തുള്ള മുല്ലപ്പെരിയാർ സമരസമിതി സജീവമായി ഇപ്പോഴും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതി അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ബന്ധപ്പെടുന്നുണ്ട്, കേസുമായി ബന്ധപ്പെട്ട് പോകുന്നുമുണ്ട്. ഇപ്പോൾ വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിന് ശേഷം കേരളം ചർച്ച ചെയ്യപ്പെടുകയും അതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്നായി കർണാടകത്തിലെ തുംഗഭദ്ര ഡാം തകർന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലുള്ളതാണ്. തുംഗഭദ്ര ഡാമിന്റെ നിർമ്മാണവും മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണവും ഒരേ തരത്തിലുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായതുകൊണ്ടും സുർക്കി മിശ്രിതം ഉപയോഗിച്ചായതുകൊണ്ടും കാലപ്പഴക്കം ആയപ്പോൾ തന്നെ ആ ഡാം തകർന്നതിന്റെ ഒരു ആശങ്ക. സമരത്തിൽ അഭിവാദ്യമറിയിച്ച് സുപ്രീം കോടതിയിൽ നിന്നും കേരളത്തിന് അനുകൂലമായി വിധി നേടിത്തന്ന ഡോക്ടർ ജോ ജോസഫ്, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് സക്കീർ മൗലവി, KCBC പ്രോ ലൈഫ് സംസ്ഥാന സമിതി ആനിമേറ്ററും പ്രോ ലൈഫ് അപ്പസ്തോലിക് സീറോ മലബാർ സഭയുടെ സെക്രട്ടറിയുമായ സാബു ജോസ്, കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയമ്പള്ളി, മലനാട് SNDP യൂണിയനെ പ്രതിനിധീകരിച്ച് MA സുനിൽ, ഫാദർ സുരേഷ് ചപ്പാത്ത്, മുഹമ്മദ് റിയാസ് മൗലവി, EJ ജോസഫ്, വിവിധ പൗരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. മുല്ലപ്പെരിയാർ സമരസമിതിയുടെ 3ാം ഘട്ട സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പ് സമരസമിതി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് തുടർ സമര പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന തിരുവോണ നാളില് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഏകദിന ഉപവാസം സംഘടിപ്പിക്കുകയാണ്. ഈ ഉപവാസ സമരത്തില് മുല്ലപ്പെരിയാർ സമരസമിതിയുടെ ജീവാത്മാവും പരമാത്മാവുമായ ഫാദർ ജോയ് നിരപ്പേരാണ് ഇതിന്റെ മോഡറേറ്ററായി പ്രവർത്തിക്കുന്നതും കാര്യങ്ങള് അന്നത്തെ പരിപാടികൾ നിയന്ത്രിക്കുന്നു. പരിപാടികളുടെ ഭാഗമായി വിവിധ സംഘടനകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ട്. അപ്പം പ്രധാനപ്പെട്ടവരായി ഇതില് കടന്നു വരാമെന്ന് സമരസമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിനു വേണ്ടുന്ന സഹായങ്ങൾ നൽകാമെന്ന് പ്രഖ്യാപിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവര് ഒന്ന് സുപ്രീം കോടതിയിൽ നിന്നും കേരളത്തിന് അനുകൂലമായി വിധി സമ്പാദിച്ച ഡോക്ടർ ജോ ജോസഫ് അന്നേ ദിവസം ഈ പരിപാടിയിൽ സന്നിഹിതനാകും. ഒപ്പം കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ്, മുഹമ്മദ് സക്കീർ മൗലവി, അതുപോലെ തന്നെ KCBCയുടെ പ്രോലൈഫ് സംസ്ഥാന സമിതിയുടെ അംഗവും പ്രോലൈഫ് അപ്പസ്തോലിക് സീറോ മലബാർ സഭയുടെ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട സാബു സാറ്, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സണ്ണി പൈമ്പള്ളില്, മലനാട് SNDP യൂണിയനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ MM സുനില്, അതുപോലെ തന്നെ ചപ്പാത്ത് കത്തോലിക്ക ചർച്ചിന്റെ ബഹുമാനായ വികാരി റവറൻഡ് ഫാദർ സുരേഷ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാശ്വത പരിഹാരത്തിനായി ഇന്ത്യക്ക് വെളിയിലുള്ള അന്താരാഷ്ട്ര തലത്തിൽ ഡാമുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസിയെ മുല്ലപ്പെരിയാർ ഡാം ഏൽപ്പിക്കണമെന്ന ആവശ്യം സമരസമിതി കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഈ ആവശ്യം പ്രധാന നിർദ്ദേശമായി സമരം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി ചെയർമാൻ ഷാജി P. ജോസഫ്, ജനറൽ കൺവീനർ സിബി മുത്തുമാക്കുഴി, കൺവീനർ ജേക്കബ് പനന്താനം, വൈസ് ചെയർമാൻ CS രാജേന്ദ്രൻ, ട്രഷറർ PT ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഈ ഓണക്കാലത്ത് മനസ്സിനിണങ്ങിയ ഫർണിച്ചറുകൾ ഡിസ്കൗണ്ട് വിലയിൽ തിരഞ്ഞെടുക്കാം. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എതിർവശം, കട്ടപ്പന.
5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും വുഡ്പെക്കറിന്റെ ഓണസമ്മാനം. ഏവർക്കും വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്ററിന്റെ തിരുവോണാശംസകൾ. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കട്ടപ്പന.